വെൽക്കം ബാക്ക് ടു സുബാബ വ്ലോഗ്സ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ വസുവിന്റെ പിറന്നാളാണ്. വസുവിന്റെ ബർത്ത്ഡേ എന്നായിരുന്നു, 21-നായിരുന്നു. നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്തില്ല ഡ്യൂ ടു സം റീസൺസ്. സോ നമ്മുടെ പിറന്നാൾ കാരത്താ ഇവിടെ നിൽക്കണം. അപ്പൊ നമ്മള് അന്ന് സെലിബ്രേറ്റ് ചെയ്യാത്തോണ്ട് നമ്മൾ വിചാരിച്ചു ഇന്ന് നാളിന്റെ അന്ന് നമ്മൾ ആഘോഷിക്കാം. നമ്മളിപ്പോ ആലപ്പുഴയിലാണ് കേട്ടോ. ഇന്നലെ രാത്രി വന്നു. സോ നമ്മളിപ്പം ക്ഷേത്രത്തിൽ പോകണം. അമ്പലപ്പുഴ ക്ഷേത്രത്തില് കുറെ നാളായി അവിടെ പോയിട്ട്. സോ നമുക്ക് ഇന്ന് അങ്ങോട്ടേക്ക് പോവാം. ഹേയ് പിറന്നാളുകാരാ, എന്തെങ്കിലും പറയൂ. ഹാപ്പി പിറന്നാൾ, ഹാപ്പി പിറന്നാൾ. നിന്റെ പിറന്നാളായിരുന്നു. പറ, എല്ലാരും വിഷ് ചെയ്യണോന്ന് പറയൂ. ഏട്ടാ, ഒന്ന് ചിരിച്ചാലും നിങ്ങൾ ചിരിക്കുന്നില്ലെന്നാണ് ചില ജന്തുകീടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കണത്. എനിക്കറിയില്ല എന്താണ്. സന്തോഷത്തിന് വല്ല കുറവുണ്ടോ? കുറവില്ല. അപ്പൊ പിന്നെ എന്താ പറയാ, വണ്ടി തിരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റൂലല്ലോ. അതറിയാൻ വയ്യാത്ത കുറെ യൂസ്ലെസ് പീപ്പിൾസ് ആർ സറൗണ്ടിങ് ബൈ us. സോ നമുക്ക് ക്ഷേത്രത്തിൽ പോവാം. ഇന്ന് കുറച്ച് വലിയ ഗ്രാൻഡ് പരിപാടിയൊന്നും അല്ല, കുട്ടി സെലിബ്രേഷൻ. അവന്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള കുട്ടി സെലിബ്രേഷൻ. ക്ഷേത്രത്തിൽ എന്താണോ എന്തോ അവിടെ ഭയങ്കര പോകുകയൊക്കെ. എന്താണ് പേടിയാണിത്. ചരലിറക്കിയതോ എന്തോ അല്ലടാ, വേറെന്തോ കണ്ടപ്പോഴും ദൂരത്തുനിന്ന് കണ്ടപ്പോഴും ഈ അമ്പലപ്പുഴ ക്ഷേത്രം നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. കാരണം ഒരു 6 വർഷങ്ങൾക്ക് മുൻപ് ഞാനും നിൽക്കുന്ന ആളും നമ്മളെ ഫസ്റ്റ് മീറ്റ് ചെയ്ത സ്ഥലം. അതുകൊണ്ട് നമുക്ക് എന്നും സ്പെഷ്യലാണ് അമ്പലപ്പുഴ. ആദ്യമായിട്ട് സ്ഥലമാണ് അമ്പലപ്പുഴ ക്ഷേത്രം. ഈ ക്ഷേത്രം അല്ലെങ്കിൽ നീ ഇല്ലടാ. അപ്പൊ അതിന്റെ ഒരു എപ്പോഴും നമുക്കൊരു ഭയങ്കര മെമ്മറിയാണ് കേട്ടോ. ആദ്യമായിട്ട് കണ്ട സ്ഥലം ഇത് എല്ലാവർക്കും ഒന്നും അറിയില്ല കേട്ടാ. കുറച്ച് പേരിലെണ്ണാവുന്ന 2-3 പേർക്ക് അറിയാവുന്ന കാര്യമാണിത്. ഇപ്പം എല്ലാരും അറിയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കര തിരക്കാണ് ഗൈസ്. എന്തോ മക്കളെ വരുമ്പോ ഞാൻ വാങ്ങിച്ചത് പറഞ്ഞല്ലോ. ഇത് ഭഗവാന് കൊടുക്കണേ. അപ്പോൾ ബസ് നല്ല ബഹളമായിരുന്നു. കാരണം അത് നമ്മളെ കയറുന്ന വഴിക്ക്, അമ്പലപ്പുഴ പോയിട്ടുള്ളവർക്കറിയാം, കയറുന്ന വഴിക്ക് 2 സൈഡിലും കടകളുണ്ട്. ടോയ്സിൻ്റെ ഷോപ്പും അതും ഇതെല്ലാം ഉണ്ട്. അപ്പം ടോയ്സ് വാങ്ങിച്ചു തന്നാലേ ക്ഷേത്രത്തിനുള്ളിൽ വരുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ അതും ഇതുമൊക്കെ ഫേക്ക് പ്രാമിസൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. ഈ പ്ലേസിലാണ് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ആൽത്തറയിൽ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സാറ്റർഡേ സൺഡേ വെച്ച് നോക്കുമ്പോൾ തിരക്ക് കുറവാണ്, എന്നാലും തിരക്കുണ്ടായിരുന്നു. നമ്മൾ വെണ്ണയൊക്കെ നേദിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നപ്പോൾ അവർ പറഞ്ഞു വെണ്ണ നേദിക്കാനാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ നമ്മൾ പുറത്ത് ആ ആൽത്തറയിൽ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോഴും കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടൊക്കെ വരുമ്പോൾ അവിടെ പ്രസാദം കൊണ്ട് കാണാൻ ടൈമാവും. അങ്ങനെ കുറച്ച് നേരം അവിടെ വന്നിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്നപ്പോഴുണ്ട് അവിടെ നമുക്ക് പ്രസാദം കിട്ടി കേട്ടോ.
വെണ്ണയും പഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും കഴിക്കാത്ത വസുവിന് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എനിക്കല്ല, വസുവിന് അത് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നണു. അപ്പം ആദ്യമൊക്കെ ഇത് ഞാൻ നക്കി നോക്കാമോ എന്നും പറഞ്ഞെടുത്തിട്ട് പിന്നീട് ഇരുന്ന് കുട്ടി കഴിക്കുന്നു. ചിലപ്പം വിശന്നിട്ടുണ്ടായിരിക്കണം. സാധാരണ ഇങ്ങനെ സംഗതികളൊന്നും കഴിക്കില്ല. അങ്ങനെ ഞാനും കഴിച്ചു, ഏട്ടനും കഴിച്ചു. അപ്പോഴുണ്ട് ഒരു ചേച്ചി പപ്പടം വാങ്ങാൻ എന്നും പറഞ്ഞിട്ട് വന്നു കേട്ടോ. പിന്നെ ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു പപ്പടം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ ചേച്ചിക്കും ഒരു പീസ് ഓഫ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പഴവും വെണ്ണയും കൂടിയിട്ട് ഒരു ഹാപ്പിനെസ് അത്ര തന്നെ. ഇതിങ്ങനെ ഷോ ഓഫൊന്നും അല്ല കേട്ടോ കാണിച്ചത്. അപ്പോൾ ഏട്ടൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് കയറിയ കാര്യങ്ങളാണ് അത് കാണിച്ചു തന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ അതെ, ഇതിനാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ വന്നു ടോയ്സ് വാങ്ങാനുള്ള തത്രപ്പാടിലാണ്. ഇത് വേണ്ട അത് വേണ്ട, കൺഫ്യൂഷനായിപ്പോവും എല്ലാം കൂടി കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ ഇത് അവൻ്റെ കയ്യിലിരുന്ന പൈസയാണ് കേട്ടോ, അവൻ തന്നെ കൊണ്ട് കൊടുത്തതാണ്, നമ്മൾ ആരും പറഞ്ഞിട്ട് കൊടുത്തതല്ല. പിന്നെ ഞാൻ അവിടുന്ന് ഒരു സഹസ്രനാമ സ്തോത്രം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ലളിത സഹസ്രനാമത്തിൻ്റെ ഒരു ബുക്ക് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഇതാ ഉണ്ട് അമ്മയുടെ നല്ല സദ്യയൊക്കെ ഉണ്ടാക്കുന്നത്. മമ്മി ഗ്രേറ്റ്. പിന്നെ എന്തൊക്കെയുള്ളത്? കരിവാളി, അവിയൽ, സാമ്പാർ, തോരൻ, ക്യാബേജ് തോരൻ, ഫിഷ് കറി, രാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഫിഷ് കറി, വസൂന് പരിപ്പ് കറി, പിന്നെന്തിനാണ് ചെടി, ഇനിയുമുണ്ട്. ഇതിന്റെ ഇടയ്ക്കുണ്ടോ ഇനി പപ്പടവും സാമ്പാർ പിന്നെ അച്ചാറ്. യെസ്, നമുക്കും ബർത്ത്ഡേ ഒക്കെ വന്നിട്ടുണ്ട്. കാര്യം ഒരു പായസം പോലും ആദ്യത്തെ ഏതാണ് ഒന്നാമത്തെ ബർത്ത്ഡേ ഒക്കെ ആഘോഷം എന്നൊക്കെ പറയുന്നത്. പിന്നെ അന്ന് തോന്നുന്നില്ല, പറയാൻ പാടില്ല. ആഘോഷിക്കാ പിന്നെ ആഘോഷിച്ചിട്ടില്ല. മേടിച്ചത് ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച പൈസ ഉണ്ട്, ഞാൻ പോയി കേക്ക് മേടിച്ചു. ഇപ്പൊ കുശുമ്പൊന്നും പറയണ്ട, മകന് വേണ്ടിയല്ലേ. എന്നിട്ട് ഞാൻ തന്നെ എന്റെ സ്വന്തം പൈസക്ക് എന്റെ ബർത്ത്ഡേക്ക് പോയി കേക്ക് വിടാം, കുറച്ച് എല്ലാത്തിനും കൊടുക്കാം. അതാണ് ഞാൻ ചെയ്തത്. അല്ലാണ്ട് ഇത് എനിക്ക് കേക്കൊന്നും വാങ്ങിച്ചു തന്നത് അന്ന് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അത് ഇന്ന് നമ്മളെ കൊണ്ട് പറ്റും. അതുകൊണ്ട് എന്റെ വസ്തുക്കൂട്ടന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നമ്മളൊക്കെ ഔട്ടാണ്. ഞങ്ങൾക്ക് ഞങ്ങളിപ്പോ 3 പേര്. നമ്മൾ ക്ഷേത്രത്തിൽ പാൽപ്പായസത്തിന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മണി കഴിഞ്ഞിട്ടേ പായസം കൊടുക്കുള്ളൂ. നമ്മൾ പിന്നെ വീട്ടിലൊക്കെ പോയിട്ടാണ് തിരിച്ചു വന്നത്, കാരണം ബസ്സിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോയി പിന്നെ അവിടെ കുറച്ച് നേരം നിന്നോട്ട് നല്ല ക്യൂ ഉണ്ടായിരുന്നു പായസം വാങ്ങാനായിട്ട്. അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു 12:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. നമ്മളൊരു 1:10 ആയപ്പോൾ ഇവിടെ എത്തി, അത്ര ദൂരമുള്ളൂ. എത്തി. ഇപ്പം ഞാൻ വിചാരിച്ചത് ദൈവമേ കിട്ടൂലേ. ഇവിടെ വന്നപ്പോൾ ഒരു കല്യാണത്തിനുള്ള ആളാണ് അവിടെ ക്യൂ നിന്നത്. നമ്മൾ തിരിച്ച് വന്നപ്പോഴുണ്ട് ഇവിടെ സദ്യയൊക്കെ ഇരുന്ന് കഴിക്കുന്നത്. വസുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഇവർ. അൽഫിയ, അൽമിയ, അൽസിയ, വസുവിൻ്റെ അലസു, അലമു, അലഫി എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് കേട്ടോ വസുവിൻ്റെ ഈ ഗിഫ്റ്റ്. ഒരു കാഡ്ബറീസിൻ്റെ ഒരു ചോക്ലേറ്റ് ബോക്സും പിന്നെ വസു വരയ്ക്കണത് കൊണ്ട് വസുവിന് കുറച്ച് സ്കെച്ച് പെൻസും. പിന്നെ അമ്മാമ്മ അവിടെ വാരി കൊടുക്കുന്നു, അമ്മാമ്മയ്ക്ക് വാരി കൊടുക്കുന്നു. അങ്ങനെയുള്ള കുറേ സീൻസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ വസു സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കുമെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു കേട്ടോ. എനിക്കിത് ഇപ്പം മനസ്സിലായി, കാരണം കുട്ടികളുടെ കൂടെ ഇരുന്ന് ഇവൻ കഴിക്കുന്നുണ്ട്. അപ്പം കഴിക്കുന്നുണ്ടായിരിക്കണം സ്കൂളിൽ. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് സദ്യ കഴിച്ചു. അപ്പോൾ ഏട്ടന് കുറച്ച് കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞത്. ഏട്ടൻ അങ്ങനെ ഇരിക്കുകയാണ്, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ലേറ്റായിട്ടാണ്. അതിനെക്കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മതി, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദഹിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഏട്ടൻ കഴിക്കാനിരുന്നത്. പിന്നെ വസുവിൻ്റെ കൂട്ടുകാർ അലസു, അലമു എല്ലാം കൂടെ ഇരുന്ന് ഇവിടെ പടം വരയിലാണ്. 3 ആളും കൂടെ ഇരുന്ന് തകൃതിയ പടം വരച്ചുകൊണ്ടിരിക്കുന്ന സീനാണ്. കളർ ചെയ്യുന്നില്ലേ? കേക്ക് കൊണ്ടുവന്നില്ല കേട്ടോ. കൊണ്ടുവന്ന് ഇഷ്ടമാണ്. അവിടേക്ക് കൊണ്ടുപോകാൻ കുറെ ബർത്ത്ഡേ ഡെക്കറേഷൻ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. മിനിമലായിട്ട് കേക്ക് കട്ടിങ്. കണ്ണാടി വേണം, ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ കണ്ണാടി മാത്രം.
എനിവേസ് നമുക്ക് കേക്ക് വാങ്ങാൻ പോവാം. കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വീട്ടിൽ ഒരാള്. പറഞ്ഞോന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു. കൊണ്ടുപോകാൻ കൊള്ളില്ല. രാവിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയ വകയിൽ ചിലവ് ഇത്ര എഴുതി വെക്കണം. അതുപോലെയാണ് എവിടെയെങ്കിലും കൊണ്ടുപോയാല്. വലുതായി വരുന്നല്ലേ 5 വയസ്സ്. എന്ത് പെട്ടെന്നാണ് 5 വയസ്സ് പോയത് അല്ലേട്ടാ. ഇങ്ങനെ പിള്ളേർ വളരല്ല. ആ കുട്ടിത്തൊക്കെ മാറി മാറി വരണം. വലുതാവുന്നു. കുറച്ചുകൂടി വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിൽ കണ്ണു വലുതായിട്ട് നമ്മുടെയൊക്കെ വലിയ ചെക്കനാവും. എൻ്റെ ഉണ്ണി വളർന്നേക്ക് അങ്ങനത്തെ പടം. അങ്ങനെ നമ്മൾ കാര്യം പറഞ്ഞത് ആ കേക്ക് ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക്. ഈ സ്പൈഡർമാൻ തീമിലുള്ള ഒരു കേക്ക്. അങ്ങനെ നമ്മൾ കേക്ക് ഒരു 2 മണി സമയത്താണ് കേട്ടോ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത്. 5 മണിയായപ്പോഴേക്കും അവർ കേക്കൊക്കെ സെറ്റാക്കിയിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 6 മണിയായപ്പോഴാണ് കേട്ടോ വന്നെടുക്കാനായിട്ട് വന്നത്. അപ്പോൾ ഒരു 3 hours കൊണ്ട് അവർ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തന്നു. ചില ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസം പറയണം ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഒരു യൂണിക്കോൺ തീമിൽ ഇതുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് യൂണിക്കോൺ തീം വേണ്ട, ഇതുപോലെ സ്പൈഡർമാനിൽ ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അവർ നമുക്ക് ചെയ്തു തരുകയും ചെയ്തു. നമ്മുടെ പുലൈമയുള്ള റിയൽ ടേസ്റ്റ് എന്ന് പറയുന്ന കേക്ക് ഷോപ്പിലാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേക്ക്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റുള്ള സംഗതികളൊക്കെ ഡെക്കറേഷനൊക്കെ വെച്ചിട്ടുള്ള കൊള്ളാം, നല്ല കേക്കായിരുന്നു. കുറച്ച് കളറിൻ്റെ ഒരു ഇതെനിക്ക് തോന്നി. ഇപ്പോൾ ഞാൻ ഇത് വേറെ രീതിയിലൊന്നും പറയല്ല, ഒരു കളറ് നിൽക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. ചിലപ്പോൾ ആ ബ്ലൂവും വൈറ്റും ബ്ലൂവും റെഡിൻ്റെയും. എനിവേസ് ഉള്ളിൽ ആ സ്പഞ്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇന്ന് കേക്ക് മുറിക്കുകയാണ് കേട്ടോ. അങ്ങനെ വസുവിൻ്റെ 5ാമത്തെ ബർത്ത്ഡേയുടെ 3ാമത്തെ കേക്കാണ് നമ്മളിവിടെ കട്ട് ചെയ്യണത്. നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേയുടെ അന്ന് രാത്രി ഒരു കുട്ടി മറ്റേ ലഞ്ച് ബോക്സ് കേക്കായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കട്ട് ചെയ്തു. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് വസുവിനൊരു അപ്പൂപ്പനും അമ്മൂമ്മയുണ്ട്, അവരുടെ വീട്ടിൽ വെച്ച് ഒരു കേക്ക് കട്ട് ചെയ്തു. ഇത് 3ാമത്തെ കേക്ക്. അങ്ങനെ മൂന്നാമത്തെ അല്ല 5ാമത്തെ ബർത്ത്ഡേ നമ്മളിതാ ഇവിടെ സെലിബ്രേറ്റ് ചെയ്തിരിക്കണോ. വസുവിൻ്റെ ഒരു ഹാപ്പിനെസ് അല്ലേ എല്ലാവരെയും കൂടെ നിർത്തി. എനിക്ക് ഒരു വലിയൊരു സന്തോഷം തോന്നി. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ആളുകൾ ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പച്ചി ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വിളിച്ചതൊന്നുമല്ല, അവർ വന്നപ്പോൾ നമ്മളിവിടെ ബർത്ത്ഡേ ആണെന്ന്. അങ്ങനെ അവരും നമ്മുടെ ബർത്ത്ഡേയുടെ ഒരു പാർട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും വസു കേക്ക് കൊടുക്കുകയാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. ഇത് കുട്ടികളുള്ളതാണ്, കുട്ടികൾക്ക് മറ്റു കുട്ടികൾ വരുന്നത് ഇഷ്ടമാണല്ലോ. അങ്ങനെ വസുവിൻ്റെ ഫ്രണ്ട്സും വസുവിൻ്റെ കസിൻസും എല്ലാവരും കൂടെ നിന്ന് ഇവിടെ വസുവിൻ്റെ കേക്ക് കട്ടിങ് സെറമണിയാണ് നമ്മൾ നടത്തിയത്. പിന്നെ വസുവിൻ്റെ ഡ്രസ്സ്, ഇത് വസു തന്നെ നമ്മൾ രാമചന്ദ്രനിൽ പോയപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. അവിടെ കയറിയപ്പോൾ തന്നെ നേരെ കിടക്കുന്ന സംഗതി ഇതായിരുന്നു. അപ്പോൾ ഇത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വസു എടുത്തതാണ് കേട്ടോ. കൊള്ളാം, എനിക്കിഷ്ടമായി. ഇതൊക്കെ വയ്ക്കുന്നതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടതാ ഈ ഒരു രീതിക്കുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. ആ ഉള്ളിൽ അതൊക്കെ മാറ്റിയിട്ടുള്ള ഇത് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. വസുവിന് നല്ല ചേരുന്നുണ്ടായിരുന്നു. പിന്നെ വസുവിൻ്റെ അലസും അലമും ഒക്കെ കൂടെ നിന്ന് ഇവർ നല്ല ഡാൻസൊക്കെ കളിച്ചു. കണ്ടില്ലേ പിള്ളേരുടെ ഡാൻസ്. പിന്നെ അവൻ്റെ ഒരു സന്തോഷം, എല്ലാം പാർട്ട് ഓഫ് സന്തോഷം. പിന്നെ നമ്മൾ 2 ചുവട് വെച്ചു. ഇത് വസുവാണ് കേട്ടോ നമ്മുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഈ കളിക്കണതൊക്കെ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് മൈജി വരെ പോയി. മൈജിയിൽ പോയി രാവിലെ വീഡിയോ എടുക്കാനായിട്ട് മൈക്ക് കുത്താനായിട്ട് എടുത്തപ്പം മൈക്കിൻ്റെ ബട്ടൺ കാണുന്നില്ല. ആ ബട്ടൺ ഇല്ലെങ്കിൽ അത് വർക്കാവില്ല. അത് പ്രസ് ചെയ്യാൻ പോയിട്ട് അത് വർക്കാവുന്നില്ല. അതിപ്പം 1 വർഷം മേലെ നമ്മളൊരു 500 rupees താഴെയല്ലേ വാങ്ങിച്ചത്. താഴെയുള്ള ഒരു കുട്ടി മൈക്കായിരുന്നു അത്. അങ്ങനെ പിന്നെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്താണ് ഇന്ന് രാവിലത്തെ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ എന്തായാലും ഇനി വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ എനിക്ക് ഇതില്ലാതെ പറ്റില്ല. അല്ലാണ്ട് നമ്മളിങ്ങനെ ലൈവ് പറയുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ വന്ന് ഭയങ്കര ലഘുല സൗണ്ടാവും. അപ്പോൾ ഏട്ടൻ എനിക്ക് മൈക്ക് വാങ്ങിച്ചു തന്നു. ഈ മൈക്ക് ഇത് കൊള്ളാട്ടോ, നല്ല ഓഡിയോ ക്വാളിറ്റിയുള്ള നമ്മുടെ പോട്രോണിക്സിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഒരു മൈക്കാണ് കേട്ടോ. ഇതിന് ഒന്നുകൂടെ ഉണ്ട്, പെയറാണല്ലേ ഏട്ടാ ഇത്. അപ്പോൾ നമ്മൾ മൈജിയിൽ പോയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ എൻ്റെ കസിൻ അവിടെ ഉണ്ട്. അങ്ങനെ അവൻ്റെ ഇതിൽ നമുക്ക് കുറച്ച്
ഡിസ്കൗണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കുണ്ടായിരുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരു മനു എന്ന് പറയണ ഒരു പയ്യൻ കേട്ടോ. ഞാൻ പോയത് ആലപ്പുഴ വെള്ളക്കിണർ ഉള്ള ഷോറൂമിലാണ് കേട്ടോ. ആ പയ്യൻ നല്ല ഇതിൽ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് തന്നു. അങ്ങനെ നമ്മൾ അത് വാങ്ങിച്ച് ഇപ്പം വീട്ടിൽ വന്നു. സമയം 10 മണിയാവാൻ പോകുന്നു. ഇനി വല്ലത് മാമുണ്ണണം, കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സുബാവ വ്ളോഗ്സ്.